ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയാം, പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്ക്വാഡ് ഏറെക്കുറെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കാനുള്ളത്. എസ്റ്റഡാവോ എന്ന മാധ്യമമായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകിയിട്ടുള്ളത്. ഏതായാലും വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ നമ്പർ 9 സ്ട്രൈക്കർ ആരാകും, ആ പൊസിഷനിലേക്ക് ഇപ്പോൾ ആരൊക്കെ മത്സരിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ കൂടി എസ്റ്റഡാവോ ഇപ്പോൾ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. അതായത് നിലവിൽ 2 താരങ്ങൾ ബ്രസീലിൻ്റെ സ്ട്രൈക്കർ പൊസിഷനിലേക്കുള്ള ആ ഒരു സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാവോ പെഡ്രോ, റിച്ചാർലിസൺ, ഈ 2 പേർക്കും മിക്കവാറും വരുന്ന വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിൽ ഇടമുണ്ടാകും. നമ്പർ 9 സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഈ 2 താരങ്ങളെയും കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇവർക്ക് ഏറെക്കുറെ സ്ഥാനം ഉറപ്പാണ് എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള താരങ്ങൾ അഥവാ 6 താരങ്ങൾ ഈ പൊസിഷന് വേണ്ടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരാൾ വിറ്റോർ റോക്കാണ്. പാൽമറാസിന് വേണ്ടി മികച്ച പ്രകടനം റോക്ക് ഇപ്പോൾ പുറത്തെടുക്കുന്നു. കൂടാതെ കയോ ജോർഹെ ക്രുസൈറോക്ക് വേണ്ടി കളിക്കുന്ന സ്ട്രൈക്കറാണ്. എൻട്രിക്ക് ഇപ്പോൾ ലിയോണിന് വേണ്ടി തകർപ്പൻ പ്രകടനം നടത്തുന്നു. കൂടാതെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന് വേണ്ടി കളിക്കുന്ന ഇഗോർ ജീസസ്, ബേൺമൗത്തിൻ്റെ താരമായ റയാൻ, അതുപോലെ തന്നെ ബ്രെൻഫോർഡിന് വേണ്ടി ഗോളടിച്ചു കൂട്ടുന്ന ഇഗോർ തിയാഗോ, ഈ 6 താരങ്ങളും ഈ പൊസിഷന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാവോ പെഡ്രോ, റിച്ചാർലിസൺ എന്നിവർ ഏറെക്കുറെ ടീമിനകത്ത് സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്നാൽ കാർലോ ആഞ്ചലോട്ടിയുടെ ഈ തീരുമാനത്തോട് പല ആരാധകർക്കും എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് റിച്ചാർലിസനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിലാണ് എതിർപ്പുള്ളത്. സമീപകാലത്ത് അത്ര മികവൊന്നും പുലർത്താൻ റിച്ചാർലിസന് സാധിക്കുന്നില്ല. അദ്ദേഹത്തെക്കാൾ മികച്ച രൂപത്തിൽ കളിക്കുന്ന ഒരുപാട് സ്ട്രൈക്കർമാർ നിലവിൽ ബ്രസീലിലുണ്ട്. പക്ഷേ കാർലോ ആഞ്ചലോട്ടിയുടെ ഫേവറേറ്റ് താരമാണ് റിച്ചാർലിസൺ. അദ്ദേഹത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്താൻ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.